നീതിമാനെന്ന് വിശുദ്ധ ഗ്രന്ഥം ഉദ്ഘോഷിക്കുന്ന വിശുദ്ധ യൗസേപ്പിതാവ് ഒരു മനുഷ്യൻ്റെ ജീവിത ചെയ്തികൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരം. ദൈവത്തിൻ്റെ പദ്ധതികൾ തിരിച്ചറിയുന്ന ജോസഫ് രക്ഷാകര ചരിത്രത്തിൻ്റെ കാവലാളായി മാറുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലാണ് യൗസേപ്പിതാവിനുണ്ടായ 4 സ്വപ്നങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത്. ആദ്യത്തെ സ്വപ്നത്തിൽ ദൈവപുത്രന് ഒരു വളർത്തുപിതാവിൻ്റെ ആവശ്യമുണ്ട് എന്ന സമ്മതവും മറ്റു 3 സ്വപ്നങ്ങളിലും ദിവ്യശിശുവിനെ രക്ഷിക്കുന്നതുമാണ്. നീതിമാനും വിനീതനുമായ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ സ്വപ്നങ്ങളിലൂടെ ഉറക്കത്തിലും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ഈ ദൈവസ്വരത്തിന് 100% വിശ്വസ്തയോടെ പ്രത്യുത്തരമേകുവാൻ ഞാനും യൗസേപ്പിതാവിനെ പോലെ ആയിരിക്കണമെന്നതുമാണ്. ജോസഫ് എന്ന യുവാവ് സാധാരണക്കാരനായിരുന്നു. എന്നാൽ അവൻ്റെ ജീവിത താളുകൾ മറിച്ച് നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക സ്വപ്നങ്ങൾ അറ്റുപോയ പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും വകയില്ലാതെ നിയമങ്ങളുടെയും വിലക്കുകളുടെയും ഭാരം പേറിക്കഴിയുന്ന ഒരു പറ്റം പാവപ്പെട്ട ജനതയെ കരുണയുള്ള സ്നേഹമുള്ള ദൈവത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു എന്നതാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ ജോസഫും മറിയവും സഹവസിക്കുന്നതിന് മുൻപ് മറിയം ഗർഭവതിയാണെന്നറിഞ്ഞപ്പോൾ ജോസഫ് മനസ്സുകൊണ്ടെടുത്തൊരു തീരുമാനമുണ്ട്. അവളെ അപമാനിതയാകാൻ ഇഷ്ടപ്പെടായികയാൽ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. യൗസേപ്പിതാവിൻ്റെ ഈ മനോഭാവം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഏറ്റവും വലിയ മാതൃകയാക്കേണ്ടതാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും ഔദാര്യത്തിൻ്റെയും ശൈലിയാണ് വിജയിക്കുന്നതെന്ന് തിരുക്കുടുംബം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മറിയത്തോടുള്ള സമീപനത്തിൽ ജോസഫിൻ്റെ തീവ്രമായ നീതിബോധം നമുക്ക് കാണാം. നിയമപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിക്കാമെന്നിരിക്കെ ഏറ്റവും കുലീനമായി ജോസഫ് ഇടപെടുന്നു. നിയമത്തിനും കോടതിക്കും കാണാൻ കഴിയാത്ത മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വിങ്ങലും വേദനയും അദ്ദേഹം തിരിച്ചറിയുന്നു. ദൈവസ്വരത്തിന് കാതോർക്കുമ്പോഴാണ് ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നത്. രക്ഷകന്റെ സംരക്ഷണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട വളർത്തുപിതാവാണ് ജോസഫ്. സ്വപ്നത്തിൽ ലഭിച്ച ഈ നിയോഗം ഏറ്റെടുത്തതിലൂടെ ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് യൗസേപ്പിതാവ് ഹൃദയത്തിൽ ഉരുവിടുകയായിരുന്നു. ദൈവഹിതം നിറവേറ്റുന്നതിൽ, ദൈവത്തോട് ആലോചന ആരാഞ്ഞ് പ്രവർത്തിക്കുന്നതിൽ നീതിപൂർണവും നിസ്വാർത്ഥവുമായ അവൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു സ്വപ്നം അനുവദിച്ചു. സ്വർഗത്തെ പോലും അമ്പരപ്പിക്കുമാറ് വിശ്വാസത്തിൻ്റെ ദീപശിഖയുമേന്തി നിദ്രയിൽ നിന്നും ഉണർന്ന് തൻ്റെ സംരക്ഷണത്തിനും ഉത്തരവാദിത്വത്തിനും ഏൽപ്പിക്കപ്പെട്ടവളെയും കൊണ്ട് ആ പ്രയാണം ആരംഭിച്ചു. മറിയത്തെയും ഉണ്ണിയേശുവിനെയും കൂട്ടിയുള്ള യാത്രകളിൽ കരുതലുള്ള കാവലാളായി മാറി. കാവലിരിക്കുന്ന ശുശ്രൂഷ വലിയ ശുശ്രൂഷയാണ്. നാം ഓരോരുത്തരും മറ്റുള്ളവർക്ക് കാവലാകേണ്ടവരാണെന്ന് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ സ്വപ്നങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.